ഹായ് കുട്ടീസ്, ഇപ്പം റീസെൻ്റായിട്ട് നടക്കുന്ന ഒരു ടോക്ക് എന്ന് പറഞ്ഞാൽ നസ്രിയെ പറ്റിയിട്ടാണ്. നസ്രിയ 2 days ബാക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ റിലേറ്റ് ചെയ്തിട്ട് പല സ്പെക്കുലേഷൻസും വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി 30 years ആയി. അപ്പോൾ അത് എനിക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ന്യൂ ഇയർ നല്ലോണം സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഞാൻ കുറച്ച് നാൾ ബ്രേക്കിലായിരുന്നു എന്നുള്ള രീതിക്കാണ് ആ ഒരു പോസ്റ്റ് പുള്ളിക്കാരി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ടു ഡു അ ഡിവോഴ്സ് ഓർ ഷീ ഹാസ് ബീൻ ഹാവിങ് ആ മിസ് ക്യാരേജ്. അവരങ്ങനെ ഒന്നും അതിൽ പറഞ്ഞിട്ടില്ല. കുറേ ആൾക്കാർ കമൻറ്റ് സെക്ഷൻസിൽ കടന്നിട്ട് പല രീതിയിലും കഥകൾ മെനഞ്ഞുണ്ടാക്കുന്നുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കമൻറ്റ്സ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കൂടുതൽ അഫക്റ്റ് ചെയ്യത്തേ ഉള്ളൂ. ആരുടെ സൈഡിൽ നിന്നും, ഈവൻ നസ്രിയയുടെ സൈഡിൽ നിന്നോ ഫഹദിൻ്റെ സൈഡിൽ നിന്നോ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം ഒന്നും പറഞ്ഞ് വന്നിട്ടില്ല. ഒരാൾക്കൊരു പ്രോബ്ലം വന്നാൽ അവർ ഇമോഷണലി അപ്സെറ്റ് ആണെങ്കിലോ മെൻ്റലി അൺവെൽ ആണെങ്കിലോ അവർക്ക് ആരോടും വന്നത് റീസൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അത് അവരുടെ പേഴ്സണൽ സ്പേസ് ആണ്. എന്നിട്ട് അവർ ആ ഒരു പീരീഡിൽ അവരുടെ ഫാൻസിനെ അഡ്രസ്സ് ചെയ്തിട്ടാണ് അവർ മുന്നോട്ടേക്ക് വന്നത്. ഫാൻസിനോട് അവർ പറയുകയാണ്, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി, എൻ്റെ ഫ്രണ്ട്സ് അവരെല്ലാം എന്നെ മിസ് ചെയ്തിട്ടുണ്ടാവും, എനിക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ എന്ന് പറഞ്ഞാണ് അവർ വന്നത്. അത് അവരുടെ മാനേഴ്സാണ്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ സംസാരിക്കുന്ന ഏത് ലാംഗ്വേജുകാരാണെങ്കിൽ പോലും അവരവരുടെ കമൻറ്റ്സ്, അതായത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണെന്ന് വെച്ച് കണ്ണിൽ കണ്ടതും നമുക്ക് തോന്നി മാസവും പറയേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല. അവരുടെ സ്പേസ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവരിപ്പം ഇമോഷണൽ അൺവെല്ലാണെന്ന് മനസ്സിലാക്കുക. അവർ ഹീലിംഗ് ആണെന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഹീലിംഗ് ചെയ്ത് പെട്ടെന്ന് ഫോർവേഡായിട്ട് പഴയ കരിയറിലോട്ട് തിരിച്ചു വരാൻ എല്ലാവരും പ്രേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് മനസ്സിലായി. കുറേ യൂട്യൂബ് ചാനൽ ഓരോന്ന് പടച്ചു വിടുന്നുണ്ട്, നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത്.